ശേഷം ബാലുവും ശ്യാമളയും കൂടി മാത്തുക്കുട്ടിയുടെ വീട്ടിലെത്തുന്നു. അച്യുതൻ നായരോട് മുൻപ് ചോദിച്ച ചോദ്യം ബാലു ആവർത്തിക്കുന്നു. ലീനാമ്മ മരിച്ച ദിവസം വേറെ ആരും ഇവിടെ വന്നില്ലേ എന്ന്. അച്യുതൻ നായർ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് ഓരോന്ന് പറഞ്ഞു. തപാൽക്കാരൻ, ഭിക്ഷക്കാര്, പിന്നെ കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു, ഭിക്ഷക്കാരല്ല, കുപ്പിയുടെ മൂടി, പാട്ടയുടെ കഷ്ണം, ഇങ്ങനെ കണ്ടതൊക്കെ പെറുകിക്കൊണ്ട് പോകുന്ന ചെക്കന്മാർ, വേറെ ആരുമില്ല. കൂട്ടത്തിലൊരു ചെക്കൻ നായയ്ക്ക് ചോറ് കൊടുക്കുന്ന പാത്രമെടുത്ത് സഞ്ചിയിലിട്ടു. അച്യുതൻ നായർ അവനിട്ടൊരു പൊട്ടീരും കൊടുത്തു. ചെക്കൻ ഒച്ചയിടുന്നത് കേട്ട് ലീനാമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവനെ തല്ലണ്ട, വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അതിനോടൊപ്പം അച്യുതൻ നായർ പറയുന്നു, മോഷണം പണ്ട് പാണ്ടിക്കാർ മാത്രം ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഗൂർഖാസിൻ്റെ കുട്ടികളും കൂടെ ഉണ്ടെന്ന്. അത് കേട്ട് ബാലു ഒന്ന് ഞെട്ടി. ബാക്കി കാര്യങ്ങൾ പറയാൻ ബാലു ആവശ്യപ്പെട്ടു. അച്യുതൻ നായർ പറഞ്ഞു, ലീനാമ്മ ആ കുട്ടിയെ ഉപദേശിച്ചു, എന്തിനാ കക്കണേ, വിശക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പോരെ എന്നൊക്കെ. പിന്നെ പേരെന്താ, നാടേതാ എന്നെല്ലാം അവരോട് വിശദമായി ചോദിക്കുന്നത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് അച്യുതൻ നായർ അടുക്കളയിലേക്ക് പോന്നു. ബാലുവിന് കാര്യങ്ങൾ എന്തൊക്കെയോ വ്യക്തമായി തുടങ്ങുന്നു. അയാൾ ആലോചനയിലാണ്ടു. ശേഷം അടുത്ത ഭാഗത്തിൽ.